ഹായ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് വോയിസ് ഡിസോർഡേഴ്സിനെ കുറിച്ചിട്ടാണ്. വോയിസ് ഡിസോർഡർ എന്താണ്, അതിനെ കുറച്ച് സിംറ്റംസ് ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ പ്രൊഫഷൻസിലുള്ള ആൾക്കാർക്കാണ് ഈ വോയിസ് ഡിസോർഡേഴ്സ് വരാൻ ചാൻസ് കൂടുതൽ. അതല്ലാണ്ട് തന്നെ ഒരു വോയിസ് കേസ് വരുമ്പോഴത്തേക്കും സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റിന്റെ റോൾ എന്താണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. പ്രൊഫഷൻസ് വെച്ച് നോക്കുവാണെങ്കിൽ ടീച്ചേഴ്സ്, സിംഗേഴ്സ്, ആക്ടേഴ്സ്, ലോയേഴ്സ്, പബ്ലിക് സ്പീക്കേഴ്സ് ഇവർക്കൊക്കെയാണ് വോയിസ് ഡിസോർഡേഴ്സ് വരാൻ ചാൻസ് കൂടുതൽ. അതെന്താന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രൊഫഷണൽ ടൂൾ തന്നെയാണ് അവരുടെ വോയിസ്. അപ്പൊ ഇവർ നന്നായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ലൗഡായിട്ട് വോയിസ് യൂസ് ചെയ്യുമ്പോഴാണ് വോയിസ് ഡിസോർഡേഴ്സ് വരുന്നത്. ടീച്ചേഴ്സിനെ എടുക്കുവാണെങ്കിൽ ഒരു ക്ലാസ് റൂം സെറ്റപ്പിൽ 20 അല്ലെങ്കിൽ മോർ ദാൻ 20 കുട്ടികൾ ഉണ്ടാവും. അപ്പൊ ഈ കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ വോയിസ് നന്നായിട്ട് യൂസ് ചെയ്യും. നല്ല ലൗഡായിട്ടായിരിക്കും യൂസ് ചെയ്യുക. അപ്പൊ ഡെയിലി ഇതേപോലെ അവര് നല്ല ലൗഡായിട്ട് വോയിസ് യൂസ് ചെയ്യുവാണെങ്കിൽ അവരുടെ വോയിസിൽ ഒരു ചേഞ്ച് വരും. അപ്പൊ ഈ ഒരു ചേഞ്ച് കാരണം അവരുടെ വോയിസ് റഫ് ക്വാളിറ്റി അല്ലെങ്കിൽ സ്ട്രെയിൻ ക്വാളിറ്റി ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇത് അറ്റ് ലാസ്റ്റ് അവരുടെ ജോബിനെ എഫക്ട് ചെയ്യും. ഒരു വോയിസ് കേസ് വരുവാണെങ്കിൽ സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റിന്റെ റോൾ എന്താണെന്നാണ് ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ഒരു കേസ് വരുമ്പോൾ ആദ്യം നമ്മളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അസസ്മെന്റ് എടുക്കും. അപ്പൊ ഈ ഒരു അസസ്മെന്റിൽ നമ്മളൊരു പേഷ്യന്റിന്റെ വോയിസ് അനലൈസ് ചെയ്യും, അവരുടെ ക്വാളിറ്റി എന്താണെന്ന് നോക്കും. അപ്പൊ അതിന്റെ കൂടെ തന്നെ അവരുടെ വോയിസ് യൂസേജ് എങ്ങനെയായിരുന്നു എന്ന് നോക്കും. അവർ എങ്ങനെയാണ് വോയിസ് യൂസ് ചെയ്യുന്നത്, എങ്ങനെ വോയിസ് യൂസ് ചെയ്തിരുന്നു എന്ന് നമ്മൾ ഇതൊക്കെ നോക്കും. ഇതെല്ലാം നോക്കിയതിന് ശേഷം ഒരു കോസ് കണ്ടുപിടിക്കും. ഈ ഒരു വോയിസ് ഡിസോർഡർ ആവാനുള്ള ഒരു കോസ് കണ്ടുപിടിക്കും. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു ഫിസിക്കൽ ചേഞ്ച് കാരണം കോസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ കേസ് കാരണം ഉണ്ടാവാം, ഓർ അല്ലെങ്കിൽ നന്നായിട്ട് വോയിസ് യൂസ് ചെയ്തത് കൊണ്ട് വോയിസ് ഡിസോർഡർ ആവാം. അപ്പൊ ഏതാണോ കോസ് എന്ന് നമ്മൾ കണ്ടുപിടിക്കും. അത് കണ്ടുപിടിച്ചിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വോയിസ് ടെക്നിക്സ് അല്ലെങ്കിൽ ഒരു വോയിസ് എക്സസൈസസ് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. ഇപ്പൊ ടീച്ചേഴ്സിനെ എടുക്കുവാണെങ്കിൽ നമുക്ക് ടീച്ചേഴ്സിനോട് വോയിസ് ടെസ്റ്റ് എടുക്കാൻ പറയാൻ പറ്റില്ല. ബിക്കോസ് അവർക്ക് ക്ലാസ് എടുക്കണം, കുട്ടികളെ പഠിപ്പിക്കണം എന്നായിരിക്കും. അപ്പോൾ പ്രൊഫഷൻ ബേസ്ഡ് ആയിട്ടുള്ള വോയിസ് ടെക്നിക്സും എക്സസൈസും ഒരു സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് ടൈലർ ചെയ്തിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വോയിസിൽ എന്തെങ്കിലും ചേഞ്ച് തോന്നുവാണെങ്കിൽ ഡിലേ ചെയ്യരുത്, അതിനെ ഇഗ്നോർ ചെയ്യരുത്. നേരത്തെ വന്ന് തന്നെ സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാം.